നോട്ട് ചർച്ച പാർലമെന്റിൽ എത്തിച്ച സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് ദരിദ്രനാരായണനായ മല്യയുടെ അടക്കം കടം കയറി മുടിഞ്ഞവരുടെ 7000 കോടിയിലേറെ രൂപ എഴുതിത്തള്ളിയത് അറിഞ്ഞത്. മൊത്തം സങ്കടമായപ്പോൾ കുമ്മനമിത പറയുന്നു, കള്ളപ്പണ ശേഖരം മൊത്തമുള്ളത് കേരളത്തിലെ സഹകരണ ബാങ്കിലാണെന്ന്. അങ്ങനെ പണത്തിൻ്റെ പലവിധ വ്യവഹാരങ്ങളാണിന്ന്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. തണുപ്പുകാല സമ്മേളനത്തെ ചൂടാക്കി പാർലമെന്റിൽ നോട്ട് ചർച്ച. എല്ലാം ശരിയാക്കുമെന്ന് നരേന്ദ്രമോദിയും കണ്ണു തുറപ്പിച്ചത് മലയാളികളാണെന്നും മോദി. എല്ലാം കെട്ടിയെടുത്ത് ഓടിയെടുത്തവർ ബാങ്കിന് മുന്നിൽ ആൾക്കൂട്ടത്തിൽ വന്ന് കിടക്കുന്നു. ബിയർ അടിച്ച് ദരിദ്രനായ മല്യയുടെ കടങ്ങൾ എഴുതിത്തള്ളി. സർവസ്ഥാവര ജംഗമ വസ്തുക്കൾക്കും കൂടി 500 രൂപയിൽ താഴെ വിലയുള്ള ഒരു പാവം നിർധനനായി ഈ നിൽക്കുന്നത്. മല്യ മുത്താണെന്ന് BJP, കിട്ടിയാൽ പഞ്ഞിക്കിടുമെന്ന് DYFI. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചക്കുറ്റ്, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ദാരിദ്ര്യത്തിനിടെ വമ്പൻ വാർത്തയിൽ തീ പകർന്ന് കുമ്മനം. സുരേഷ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞെട്ടൽ മാറാതെ ഇടതുപാളയം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിഞ്ഞു നോക്കി സുരേഷ് തിരിഞ്ഞു നോക്കി. അങ്ങനെ പാർലമെന്റിന്റെ തണുപ്പുകാല സമ്മേളനവും ആരംഭിച്ചു. നോട്ട് വിഷയം നാട്ടുകാരുടെ നട്ടലൊടിക്കുമ്പോൾ തണുപ്പുകാലം കൊടും ചൂടുകാലമായി. ഒരാഴ്ചയിലേറെയായി കോടിക്കണക്കിന് ആളുകൾ ATM-നും ബാങ്കുകൾക്ക് മുന്നിലും വെയിൽ കൊണ്ട് വളഞ്ഞു കോടിയ അവസ്ഥയിലാണ് ഈ വിഷയം പാർലമെന്റിലെത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെല്ലാം വിഷയമുണ്ടെങ്കിലും മലയാളികളുടെ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണു തുറപ്പിച്ചതെന്നാണ് രാജ്യത്തെ നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. ഏതായാലും ചാപ്പകുത്തുന്ന ഒരു പ്രധാനമന്ത്രിയെ ലോകത്തിന് സമ്മാനിക്കാൻ BJP-ക്കാർക്ക് കഴിഞ്ഞു എന്നത് അവർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. മോഡിക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ രഹസ്യമായി അറിയിച്ചതിന് ശേഷം ആണ് നോട്ട് നിരോധിച്ചതെന്ന് വാർത്തകളുണ്ട്. ആകെ തപ്പിതലക്കിണി മുക്കില് ബുക്കില് മേശവലിപ്പില് തട്ടിയരിച്ച് പെറുക്കിയ നോട്ടങ്ങൾ, 1000-500 കറൻസി എല്ലാം കെട്ടിയെടുത്ത് ഓടിയെടുത്തവർ ബാങ്കിന് മുന്നിൽ ആൾക്കൂട്ടത്തിൽ വന്ന് കിടക്കുന്നു. ഇന്ത്യയിലെ നൂറുകണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇപ്പൊ ക്യൂലാണ്, എല്ലാവരും ക്യൂലാണ്. ഈ ജാതി തുഗ്ലക്ക് പരിഷ്കാരവും ഒക്കെ ആയിട്ട് വന്നാല് തന്നെയാണ് തുഗ്ലക്ക് പരിഷ്കാരം എന്ന് പറയുന്നത്. ഒരു ദിവസം രാജാവിന് തോന്നുന്നു ഇന്ന് ക്യാപിറ്റൽ നല്ലത് ഡൽഹിയാണ്, പിറ്റേ ദിവസം തുഗ്ലക്കിന് തോന്നുന്നു ഇവിടെ ഒരു സുഖം ചെന്നാണ്ട് ആഗ്രഹിക്ക് മാറ്റിക്കളയാണ്, അല്ലെങ്കിൽ വേറെ എവിടേക്കും മാറ്റിക്കളയും. ഇത് തന്നെയാണ് പണ്ട് തുഗ്ലക്കും ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരു ദിവസം ക്യൂല് നിർത്താൻ മോഡിക്കല്ലാതെ കഴിയൂലായ അപാരമായ കഴിവന്നെ വേണം. ഊണും ഉറക്കത്തിലും ഒത്തിൽ ഇങ്ങനെ വല്ലാപ്പ്, ഊരാ കൂടുക്കല്ലേ തന്നത് നമ്മുടെ മേലാപ്പ്. ഊതി പീഡപ്പിച്ച നോട്ടാണിന്ന് കറിവേപ്പ്, ഉമ്മാവല്ലിമാരുടെ കോന്തലഴിപ്പിച്ചോ മാപ്പ്. വെപ്രാളം വാനോളം നാളുകൾ ഇങ്ങനെ ബാങ്കിന് മുന്നിൽ വന്നാല് നിന്നാല് തേടുവാൻ 2000 ഇല്ലയേറെ ഏതൊരാൾക്കും നോട്ടുമായി അലയാൻ നിമിത്തം ആദ്യാലവരോടി കടകളിൽ അടിപിടികൂടി കളിച്ചിരിയെല്ലാം മാറി കഥനകയത്തിൽ നീറി. ഇങ്ങനെ നമ്മുടെ നോട്ടിന് മൂല്യം പോയത് കണ്ടതിൽ സങ്കടമുണ്ട്. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നാടകീയമായ ഒരു പ്രഖ്യാപനം നടത്തി ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാക്കിയിരിക്കുക. കള്ളന്മാരുടെ കള്ളത്തരികിട പടചട പിടിതട കടുകിട മാറ്റിയെടുക്കാൻ വയ്യ നിയമങ്ങൾ. നാട് കടന്നവർ കാശ് കടത്തി വിദേശ നിക്ഷേപങ്ങൾ കൂട്ടി നിറച്ച് തടിച്ചു കൊഴുത്തവർ നമ്മുടെ നാടിനെ ഏറെ മുടിപ്പിച്ചേ. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകൾ ഇന്ത്യയിലാകെ അരാജകത്വം ഉണ്ടാക്കിയിരിക്കുന്നു. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതുവഴി ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരണാതീതമാണ്. താഴേക്കിടയിൽ നിൽക്കുന്നോർക്കാണെന്നും ഗതികേട്, തീരാ ദുരിതത്തിൽ പെട്ടവർ നെട്ടോട്ടം പാട്.
തിന്നാനരി വാങ്ങാനും വഴിയില്ല തലയിൽ ചൂട്. തെമ്മാടിത്തരമല്ലേ ആര് കൊടുത്തി വെളിപാട്. വൻശാപം വൻദോഷം പേറി വളഞ്ഞിവർ നീ നശിപ്പിച്ചെന്നാല് ഇന്നാല് നമ്മുടെ നാടിൻ ഗതിവിധി മാറി. തീഷ്ണമം കുഴിതീഴ്ത്തവർ പല കോണിലും കഥ മാറി. സാധുവിൽ ഇരുളേകി ഉള്ളു പിടഞ്ഞു തേങ്ങി കൊള്ളരുതായി മകളേറി. ഇങ്ങനെ നമ്മുടെ നാടിൻ മൂല്യം ചോർന്നത് കണ്ടാൽ സങ്കടമുണ്ട്. വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഞാൻ കുറച്ചൊരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്, സെൻട്രൽ ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവധാനതയോടെ നല്ല പ്ലാനിങ്ങോടുകൂടി തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ വലഞ്ഞു പോകും. ആകെ തപ്പി തലക്കിണി മുക്കില് ബുക്കില് മേശവലിപ്പില് തട്ടിയരിച്ച് പെറുക്കിയ നോട്ടങ്ങൾ. 1000-500 കറൻസി എല്ലാം കെട്ടിയെടുത്ത് ഓടിയെടുത്തവർ ബാങ്കിന് മുന്നിൽ ആൾക്കൂട്ടത്തിൽ വന്ന് കിതക്കുന്നു. സാധാരണ ജീവിതത്തെ ഇന്ന് ബാധിച്ചിട്ടുള്ള ഗ്രസിച്ചിട്ടുള്ള ഈ വിപൽക്കരമായിട്ടുള്ള ഈ പ്രതിസന്ധി പരിഹാരമുണ്ടാക്കുന്നതിന് ത്വരിതഗതിയിലുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകളെ അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ മേഖലയിൽ വന്നിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണം. എല്ലാവരും കാത്തിരിക്കുന്ന സമ്മേളനത്തിന് മുമ്പായി നേതാക്കൾ പാർലമെന്റിലേക്ക് കടക്കുകയാണ്. അതിൽ ഏവരും ഉറ്റുനോക്കുന്നത് മോദിയെ തന്നെയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുണ്ടാവുക? കേൾക്കാം. सभी राज्य सरकारों के साथ उसमें भी सभी दल एक प्रकार से है ही है. लगातार बैठकें हो रही हैं. പ്രിയമുള്ള നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് ഈ അനുമോദനങ്ങളെല്ലാം കേട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. सदन के पूर्व भी सभी दलों के साथ लगातार विचार विमर्श होता रहा है ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട് कि हर विषय के लिए चर्चा है के लिए हम तैयार हैं. खुलकर के चर्चा हो इसके लिए हम तैयार हैं. ഈ നാട് നന്നാക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമായിരിക്കുകയാണ്. പൊളിച്ചുപണിയുമായി ധൈര്യമായി മുന്നോട്ട് പോകുവാൻ തന്നെ ഞാനും എന്റെ പക്ഷക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ്. और उसके कारण बहुत ही अच्छे महत्वपूर्ण निर्णय के लिए अनुकूलता बनेगी. मैं आप सबका बहुत बहुत धन्यवाद करता हूं. थैंक यू दोस्तों. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി സഭയിലേക്കാണ്. ലോക്സഭ പതിവ് പോലെ ഉപചാരം ചൊല്ലി പിരിഞ്ഞപ്പോൾ രാജ്യസഭയാണ് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. സഭാനാഥൻ PJ കുര്യൻ പണം മാറ്റത്തിൻ്റെ പെടാപ്പാടുകൾ ചർച്ച ചെയ്യാൻ അനുമതി നൽകുമ്പോഴും അത് പിടിച്ചു വാങ്ങാനായി പ്രതിപക്ഷം ഒന്നടങ്കം ബഹളം കൂട്ടി. ആനന്ദ് ശർമ്മയും യെച്ചൂരിയും രാജയുമടക്കം സടകുടഞ്ഞ് എഴുന്നേറ്റു. ചർച്ച കത്തിജ്വലിക്കും. മലയാളികൾ ഏറെ ശബ്ദമുയർത്തിയ വിഷയമായതുകൊണ്ട് സഭാ നടപടികൾ മലയാളത്തിലും ലഭ്യമാകും. ശവക്കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കുറുപ്പ് ഭരണത്തിനുള്ള ശവപ്പെട്ടി അവർ തന്നെ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ഇവിടെ കളിയാടുന്നത്. കുറുപ്പിന്റെ ഏറാൻ മുഴുവൾക്ക് മാത്രമായി ഇതിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നിരിക്കുന്നു. മാന്യതയുടെ ആവശ്യമായിരുന്ന പല സമയങ്ങളിലും ഇദ്ദേഹം രായ്ക്ക് രാമാനന്ദ രഹസ്യയാത്ര നടത്തി എന്തിനാണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഏറ്റവും ഒടുവിൽ നടത്തിയ യാത്രയിൽ ധനാഢ്യനായ ഒരു കോൺട്രാക്ടറുടെ മകനും കൂടെ ഉണ്ടായിരുന്നുള്ളതിന് അസന്നിഗ്ധമായ തെളിവുകൾ ഉണ്ട്. തുടങ്ങിയ അന്ന് തന്നെ കൊടുമ്പിരിക്കൊണ്ട സഭാ നടപടികൾ കൊടും ചൂട് പിടിക്കുകയാണ്. അവസാനം പണച്ചർച്ച എവിടെ ചെന്ന് അവസാനിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രതിപക്ഷത്തോട് പോട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട അംഗങ്ങളോട് പോലും ആലോചിക്കാനുള്ള സാമാന്യമര്യാദ കാണിച്ചില്ല. പ്രതിപക്ഷ നേതാവ് വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന് രാജി ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇയാൾ പറഞ്ഞ രാജിച്ച് ഇറങ്ങിപ്പോയാൽ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ജനങ്ങളകത്ത് കയറി വയസ്സിനെ പിടിച്ച് പുറത്താക്കും. ആവശ്യപ്പെടുന്നു. വിശദമായ ചർച്ച ഇനി ആവശ്യമില്ല. അജണ്ടയിലെ അടുത്ത ഇനത്തിലേക്ക് പ്രവേശിക്കാം. വിധവാ പെൻഷൻ. വിധവാ പെൻഷൻ. അവന്റെ അച്ഛയുടെ വിധവാ പെൻഷൻ ഇരുന്നില്ലെങ്കിൽ നീ എന്തോ മൂത്താനാണ്. മെമ്പർ അന്തസ്സായിട്ട് സംസാരിക്കണം. പഞ്ചവടി രാഹീലിന്റെ അന്തസ് നാട്ടുകാർക്കൊക്കെ അറിയാം. അവനെ ചെരുപ്പൂരി അടിവാകാനെ
എന്നാ അടിക്കാനിങ്ങി വാടാ. അത്രയേ ഉള്ളൂ. മോദി മാപ്പ് പറയണമെന്നും നോട്ട് പിൻവലിക്കുന്ന വിവരം വേണ്ടപ്പെട്ടവർക്കൊക്കെ ചോർത്തി നൽകിയെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ പണച്ചർച്ച കഴിഞ്ഞ് ഒരു ഉത്തരം നൽകാതെ നൈസായി വേറെ ഏതെങ്കിലും വിഷയത്തിലേക്ക് കടന്ന് സർക്കാർ എല്ലാ കുറവുകളിൽ നിന്നും എസ്കേപ്പ് ആകും. നാട് വിട്ട് ഗതികേടിലായ വിജയ് മല്യയെ പാപ്പരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുണ്ട് ഇടവേളയ്ക്ക് ശേഷം. നരേന്ദ്രമോദി ഗവൺമെന്റ് കാലഘട്ടത്തിൽ വിജയ് മല്യയുടെ നൽകിയിട്ടുള്ള ലോണിൽ നിന്നും ഒരു പണം പോലും, ഒരു രൂപ പോലും റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ.